എൻ്റെ പേര് പ്രമോദ്. ഇതെൻ്റെ ഭാര്യ ജ്യോതിലക്ഷ്മി. ഞങ്ങളുടെ നാട് വന്നിട്ട് പാമ്പാക്കുട എന്ന് പറയും. ഇവിടെ വന്ന് ഈ വീട് പണിയാനൊരു ഒത്തിരി പേരെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ക്രിസാൻഡ എന്ന് പറഞ്ഞൊരു ബിൽഡേഴ്സ് ഉണ്ടെന്നും അന്വേഷിച്ച് വന്നപ്പോഴാണ് ഏറ്റവും നല്ലൊരു രീതിയിലാണ് ഇവർ പണിത് വീട് കൊടുക്കുന്നതെന്നുമല്ല അറിഞ്ഞ് എംഡി ആയിട്ടിരിക്കുന്നയാൾ വിനീതിനെ പോയി കാണുകയും വിനീത് എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് പണിതാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കക്കാട്ടിൽ ആണ് ഞങ്ങൾ ഇത് പെരപണിയാൻ പോണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് നോക്കി, ഇവിടെ വന്ന് സ്ഥലവും കാര്യങ്ങളും കാണണമെന്ന് പറഞ്ഞു. വിനീത് എൻ്റെ ഒപ്പം തന്നെ വന്ന് കണ്ട് സ്ഥലത്തിൻ്റെ അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഇത് ഡ്രോയിങ് എടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന രീതിയിലൊക്കെ വേണമെന്നുള്ള ഇത് പറഞ്ഞു. പുള്ളി അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഡ്രോയിങ് വരയ്ക്കുകയും ഓരോ മുക്കിലും മൂലയിലും പുള്ളിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു തന്നു, ഇന്ന രീതിയിൽ പണിയാണ് നല്ലത്, ഇന്ന രീതിയിലൊക്കെ നമുക്ക് ആ ബിൽഡിങ്ങിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഇത് പണിയുകയും 1990 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2010 സ്ക്വയർ ഫീറ്റാണ് കുറവ് വന്നിട്ടുള്ളൂ. അത്രയും ഇതിൽ വന്ന് പണിത് നമ്മൾ ഓരോ ഘട്ടങ്ങളിലായിട്ടും അവരുടെ സൈറ്റ് സൂപ്പർവൈസർ, അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അവരുടെ സൈറ്റ് സൂപ്പർവൈസർ എല്ലാ ദിവസവും ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുകയും അവിടെ വരുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മളെ അതാത് സമയം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവരുണ്ടാക്കിയിട്ട് ഓരോ ബിൽഡിങ്ങിൻ്റെ, അപ്പോൾ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഓരോ വീട്ടുകാർക്കും ഓരോരോ ഗ്രൂപ്പുകളായിട്ട് അവർ തിരിച്ച് അത് നമ്മൾ അതിൻ്റെ മെയിൻ ആളും എല്ലാം പണിക്കാരും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലേക്ക് അവരെ ഉൾപ്പെടുത്തി അവിടെ ഉണ്ടാകുന്ന ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സും നമ്മളെ അറിയിക്കുകയും അത് ഫോട്ടോ സഹിതം, ചുമ്മാ പറയുകയല്ല, ഫോട്ടോ സഹിതം അവർ ഇട്ട് തരികയാണ്. അവിടെ ഇന്ന പണി നടക്കുന്നുണ്ട്, അവിടെ ഇന്ന മാറ്റങ്ങൾ വരുത്തിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ ഫോട്ടോ ഇട്ട് തരും. അപ്പോൾ നമുക്ക് അവിടെ സൈറ്റ് ചെയ്തെന്ന് പറയാം. കൂടാതെ നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്താൻ പറ്റും. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചിട്ട് അവർ ചെറിയ ചെറിയ മാറ്റമാണെങ്കിൽ പോലും അത് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അവർ നമ്മളെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നും പറഞ്ഞ് നമ്മൾ ഇത് തിരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് കളയൊന്നുമില്ല. നമ്മളുടെ കസ്റ്റമറുടെ ഇതനുസരിച്ചിട്ട് തന്നെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അത് നല്ല രീതിയിൽ തന്നെ അവർ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് നമ്മളോട് ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും നമ്മളോട് പറയുന്നത് ഇന്ന സാധനം എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കാണാം, അതിൻ്റെ ഇത് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പണിത് റെഡിയാക്കി ഇത്രയും ലെവലിലാക്കി ഞങ്ങൾക്ക് ഈ വീട് കിട്ടി. അത് നല്ല രീതിയിൽ ഏറ്റവും വലിയത് ഞാൻ ONL വർക്ക് ചെയ്യുന്ന ആളാണ്. ONL എൻ്റെ സഹപ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഹൗസ് വാമിങ്ങിന് വന്നത്. ആ സമയത്ത് വന്ന് കണ്ട് ഞാൻ തിരിച്ച് ജോലിക്ക് ചെല്ലുമ്പോൾ അവർ പറഞ്ഞൊരു ഇതുണ്ട്, ഇത്രയും നല്ല രീതിയിൽ അത് വേണ്ടുന്ന സ്പേസ് എടുത്ത് ആ സ്പേസ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യാതെ ആവശ്യമായ രീതിയിൽ അതെല്ലാം പണിത് റെഡിയാക്കി തന്ന് അത് ആരാണെങ്കിലും അവർക്ക് നല്ലൊരു ഇത് ഷെയ്ക്ക് ഹാൻഡ് തന്നെ നിങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചു. കാരണം നല്ല രീതിയിൽ ഒരു പണിത് കിട്ടിയതിൽ അത് തന്നെയല്ല അവർ ചോദിക്കുന്നത്, നിങ്ങളുമായിട്ട് എപ്പോഴും കോൺടാക്ട്. അവർക്കറിയാം ഞാൻ എല്ലാ ദിവസവും കമ്പനി ചെന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ കമ്പനി ചെന്നിട്ടുണ്ടെങ്കിലും ഇത്ര നല്ല രീതിയിൽ തന്നെ പണി പൂർത്തിയാക്കി എൻ്റെ അതൊരു കുറ്റം പറയാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അത് ശരിയല്ല ഇത് ശരിയല്ല എന്നെങ്കിലും പറയേണ്ടതായി വരും. ഇതങ്ങനെയല്ല. അവർ പറഞ്ഞു, എടാ നീ കമ്പനിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ ദിവസവും അവിടെ ഉണ്ട്. അവർ ചിലരൊക്കെ അറിയണം, ഞാൻ അവിടെ ചെന്ന് ഹൗസ് വാമിങ് വിളിക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ഒരു പെരമണി നടക്കുകയെന്നും ഇങ്ങനെ പെരമണി പണിതൊന്നു പോലും. അപ്പോൾ അവർ ചോദിക്കുന്നത് അത് എങ്ങനെ നിനക്ക് സാധിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇപ്പോൾ കോൺട്രാക്റ്റിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഉത്തരവാദിത്വപരമായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്ന് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് എനിക്ക് ഈ ഭവനത്തിൻ്റെ താക്കോൽ എനിക്ക് കൈമാറിയിരിക്കുന്നതാണ്. വീട് പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇൻറ്റീരിയർ വർക്ക് നമ്മളിവരെ തന്നെ ഏൽപ്പിച്ചിരുന്നത്, ക്രിസാന്തയെ തന്നെ. അപ്പോൾ നമ്മൾ പലത് അന്വേഷിച്ചപ്പോഴും ഇവിടെ തന്നെ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ശരിക്കും അതിശയിച്ചു പോയി. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അടുക്കളയാണെങ്കിലും എല്ലാം നമ്മൾ മനസ്സിൽ കണ്ട പോലെ തന്നെ ചെയ്തു. അതിൽ ക്രിസാന്ത ബിൽഡേഴ്സിനോട് നന്ദി പറഞ്ഞു. പിന്നെ അവർ വാട്സപ്പിൽ എപ്പോഴും അന്വേഷിക്കുക നമുക്ക് എന്താ വേണ്ടതെന്ന്. അങ്ങനെ അനുസരിച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്ത കമ്മ്യൂണിക്കേഷൻ വഴി നമ്മുടെ മനസ്സിലുള്ളത് അവർ കണക്കുകൂട്ടി എല്ലാം നല്ല രീതിയിൽ ചെയ്തു.